ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവരെല്ലാവരും ശ്രീനിലയത്തിൻ്റെ പടി കടന്ന് വന്ന് അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ നല്ല സുന്ദരനായിരുന്നല്ലോ എന്ന് സ്വരമോള് പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ കാണാൻ മാത്രമല്ല മനസ്സിൻ്റെ വലിപ്പം കൊണ്ടും മുത്തശ്ശൻ ഒരുപാട് നല്ലതായിരുന്നു എന്ന് സുമിത്ര കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇത് കേട്ട് സരസ്വതിയമ്മ ഇങ്ങനെ നിൽക്കുവാണ്. ഈ സന്തോഷം കാണാൻ എൻ്റെ ശിവദാസൻ ചേട്ടൻ ഇല്ലാതെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് സരസ്വതിയമ്മയ്ക്ക് ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ. അങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുവാണ് സരസ്വതിയമ്മ. അപ്പോഴേക്കും അമ്മേ എന്നും പറഞ്ഞ് വിളിച്ച് പൂജയും അതുപോലെ അനിരുദ്ധം കൂടി അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വരുന്നത് കണ്ടപ്പോൾ സുമിത്രയ്ക്ക് ഒരുപാട് സന്തോഷമായി. സുമിത്ര ഓടി ചെന്ന് മോളെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ അമ്മയും മോളും കൂടെ കെട്ടിപ്പിടിച്ച് അവിടെ നിൽക്കുക. അപ്പോഴേക്കും ഇതെല്ലാം അതൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ പൂജ ആകെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു എന്നും ശ്രീനിലയത്തിലേക്കാണ് വരുന്നതെന്ന് കേട്ടപ്പോൾ പൂജയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം അനിരുദ്ധ് പറയാം. അപ്പോൾ അത് പിന്നെ എല്ലാവർക്കും ആദ്യം അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ മോൻ എന്നെങ്കിലും ഇത് തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞ സരസ്വതിയമ്മ. അപ്പോൾ ഇനി അധികം സംസാരമൊന്നും വേണ്ട, പിന്നെ എല്ലാവർക്കും അവരവരുടെ പഴയ മുറികൾ തന്നെ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛമ്മയുടെ കൂടെ താമസിച്ചോളാം എന്ന് നമ്മുടെ പൂജ പറഞ്ഞപ്പോൾ അയ്യോ അതൊന്നും വേണ്ട, എൻ്റെ കൂടെ ആരും താമസിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. പിന്നെ നിർബന്ധമാണെങ്കിൽ ശീതളിനെ ഞാൻ എൻ്റെ മുറിയിൽ കിടത്തിക്കോളാം, അവൾ വല്ലപ്പോഴും അല്ലേ ഉണ്ടാകൂ, സച്ചിൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മുറിയിൽ ആരും കാണില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ സുമിത്ര അതിനെക്കുറിച്ച് ഓർത്ത് ആരും ബുദ്ധിമുട്ടുണ്ടാന്ന് പറഞ്ഞു. ഈ വീട്ടിലുള്ള സൗകര്യത്തിന് എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാമെന്ന് സുമിത്ര പറഞ്ഞു. പൂജ മോളെ ഞാൻ എൻ്റെ കൂടെ താമസിപ്പിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും വേണ്ട എന്ന് ശീതൾ. പൂജ പ്രതീക്ഷേട്ടൻ്റെ മുറിയിൽ കിടക്കട്ടെ, അത് മതി എന്ന് ശീതൾ പറയാം. അപ്പോഴേക്കും പൂജയുടെ മുഖമൊന്നും അല്ലാതായിട്ടോ. ഈ സന്തോഷത്തിൽ അവനും കൂടി വേണമായിരുന്നു എന്ന നേരം പറഞ്ഞു നമ്മുടെ സുമിത്ര. അനി അവനോട് എപ്പോഴെങ്കിലും ഒന്ന് സംസാരിക്കാനായിട്ട് പറ്റുമോ എന്ന് സുമിത്ര ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും ഇങ്ങനെ അനന്യം വല്ലാതെയായേ. അതിന് അവനെ വിളിക്കാൻ സ്ഥിരമായിട്ടൊരു നമ്പറൊന്നും ഇല്ല അമ്മേ, അതുകൊണ്ട് പിന്നെ വല്ലപ്പോഴും അവൻ എവിടെന്നെങ്കിലും ഇങ്ങോട്ട് വിളിക്കാറാണ് പതിവ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നു. ആ നമ്പറിൽ തിരിച്ചു വിളിച്ചാൽ കിട്ടാറുമില്ല. ഇനി വിളിക്കുമ്പോഴേ അവനോട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ നീ പറയണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞോളാമെന്ന് പറഞ്ഞു. പിന്നെ അമ്മയുടെ പഴയ മുറി കാണണ്ടേ എന്ന് ചോദിച്ചു മകൻ. അമ്മയുടെ മനസ്സിൽ ഒരുപാട് ഓർമ്മകളുണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം, അതിൽ സന്തോഷത്തേക്കാൾ കൂടുതൽ സങ്കടങ്ങളാണെന്നും അറിയാമെന്നും അനിരുദ്ധ് പറയണു. പക്ഷേ ജീവിതം എങ്ങനെയാ അമ്മേ, ഇടയ്ക്ക് ഇതുപോലെ ചില തിരിച്ചുവരവുകളൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് അനിരുദ്ധ് സുമിത്രയെ തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോണു. അങ്ങനെ അവർ സുമിത്രയുടെ മുറിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ പൂജ ഇങ്ങനെ ഒറ്റപ്പെട്ട് വിഷമിച്ച് അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും പൂജ ഒറ്റപ്പെട്ട് പോയി. പൂജ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ട് നിൽക്കുക. അങ്ങനെ മുറിയിലേക്ക് സുമിത്ര ചെന്നപ്പോൾ വലതുകാല് വെച്ചപ്പോൾ മുറിയിലേക്ക് കയറാനായിട്ട് അനിരുദ്ധ് പറയുന്നു. അങ്ങനെ സുമിത്ര തൻ്റെ മുറിയിലേക്ക് കയറി. സുമിത്ര മുറിയിലേക്ക് കയറിയപ്പോഴേക്കും പല ഓർമ്മകൾ നമ്മുടെ സുമിത്രയുടെ മനസ്സിലേക്ക് ഇങ്ങനെ മിന്നി മറിഞ്ഞു വരുന്നു. രോഹിത്തിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ സിദ്ധാർത്ഥനുമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ സുമിത്ര ഒരു നിമിഷത്തേക്ക് ആലോചിച്ചു. അങ്ങനെ സുമിത്ര ബെഡേലിരുന്ന് ബെഡൊക്കെ ഇങ്ങനെ തലോടി ഇരുന്ന് കരയുവാണ്. അങ്ങനെ കരയുന്ന അമ്മയ്ക്കരികിലേക്ക് ചെന്നു മകൻ അമ്മയെന്നും പറഞ്ഞ് വിളിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെയൊരു നിമിഷം അമ്മയുടെ ജീവിതത്തിൽ വീണ്ടും വരുമെന്ന് അമ്മ ഒരിക്കലും വിചാരിച്ചില്ലെന്ന് പറഞ്ഞ സുമിത്രയോട് ഇനി ഈ വീട് അമ്മയുടെ സ്വന്തമാണെന്നും അച്ഛൻ ആവശ്യപ്പെട്ടതുപോലെ ശ്രീനിലയത്തിലെ മഹാറാണിയായി അമ്മ ഇവിടെ വാഴണം എന്ന് അനിരുദ്ധ് അമ്മയോട് പറയണു. അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്രയുടെ ഇമോഷണലായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുന്നു. അങ്ങനെ സുമിത്ര അങ്ങനെ കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞ് ആകെ സങ്കടപ്പെട്ട്. അത് കഴിഞ്ഞ് ഓരോരുത്തർ അവരവരുടെ മുറികളിലേക്കൊക്കെ കയറി. പിന്നെ ശീതളിൻ്റെ മുറിയിലേക്ക് സരസ്വതിയമ്മ ചെന്ന് കയറുവാണ്. എന്നിട്ട് അപ്പം നീ ഇവിടെ തന്നെ സ്ഥിരതാമസമാകാൻ തീരുമാനിച്ചോ? അല്ല, ഇതെല്ലാം ഇങ്ങനെ അടുക്കി വെക്കുന്നത് കണ്ടുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞപ്പം എവിടെ താമസിച്ചാൽ എന്താ, ഇത് എൻ്റെയും കൂടെ വീടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ഇവിടെ വേറെ അവകാശികളുണ്ട് എന്ന് സരസ്വതിയമ്മ പറയാം. അവകാശികൾ ആരൊക്കെ വന്നാലും സ്വന്തം വീട് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു ശീതള. അപ്പോൾ നീ അവൻ്റെ കൂടെ ഇനി തിരിച്ചു പോകുന്നില്ലെന്നാണോ പറയുന്നത്? നിങ്ങൾ തമ്മിൽ ശരിക്കും എന്താടി ഈ പ്രശ്നം? അപ്പം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അച്ചമ്മയെന്ന് ശീതളും പറഞ്ഞു. അത്രയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നെങ്കിലേ നീ അവിടെ നിന്നൊന്നും പോരത്തില്ലായിരുന്നു. എന്തോ വലിയ പ്രശ്നം തന്നെയാണ്, അതെന്താണെന്നാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. തൽക്കാലം അത് അച്ചമ്മ അറിയാതിരിക്കുന്നത് നല്ലതെന്ന് ശീതൾ പറഞ്ഞപ്പം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നീ അവൻ്റെ അരികിലേക്ക് തിരിച്ചു പോകുന്നതാണ് നല്ലത്.
ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നത് എന്താ അച്ഛമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ശീതൾ ചോദിച്ചപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം, ഇഷ്ടപ്പെടാത്തവർ വേറെ കാണുമല്ലോ എന്ന് പറഞ്ഞു സരസ്വതി അമ്മ. അപ്പോൾ ആരുടെ കാര്യം അച്ഛമ്മ ഉദ്ദേശിച്ചത്? അത് ഞാൻ അനന്യയുടെ കാര്യം തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. അതുമാത്രമല്ല, നിന്റെ സ്ഥാനത്താ ഇപ്പം ആ പൂജ കയറിയിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കുക കേട്ടോ. അതുകൊണ്ട് പഴയ സ്ഥാനമൊന്നും ഇനി നീ ഈ വീട്ടിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് സരസ്വതി അമ്മ പറഞ്ഞു. അത് കേട്ടപ്പം എല്ലാവർക്കും അവരവരുടെ സ്പേസ് ഉണ്ട് അച്ഛമ്മേ എന്ന് ശീതൾ പറഞ്ഞു കൊടുത്തു. അതൊന്നും മറ്റാർക്കും എടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ അച്ഛമ്മയുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം മറ്റാർക്കെങ്കിലും കൊടുക്കുമെന്ന് ചോദിച്ചു. അതൊന്നുമില്ല. അതുപോലെ തന്നെയല്ല, എൻ്റെ കൊച്ചുമോൾക്ക് കൊടുക്കേണ്ട സ്ഥാനം ഞാൻ അവൾക്ക് മാത്രമേ കൊടുക്കൂ. പിന്നെ നിന്റെ സ്ഥാനം ഞാനെങ്ങനെയാ മറ്റൊരാൾക്ക് കൊടുക്കുക? അത്രേ ഉള്ളൂ കാര്യം. പിന്നെ എന്തിനാ അച്ഛമ്മ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കുന്നതെന്ന് ശീതൾ ചോദിച്ചു. അങ്ങനത്തെ ഓരോന്നെടുത്ത് വെക്കുമ്പോൾ, മോളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ വീട് ഭർത്താവിൻ്റെ വീടാ. പിന്നെ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയം അത് ശരിയല്ല മോളെ എന്ന് പറഞ്ഞപ്പോൾ, അച്ഛമ്മ എന്തിനാ ഇങ്ങനെ കാട് കയറി സംസാരിക്കുന്നത്? ഞാൻ ആരെയും ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. ഇനി കുറച്ച് നാൾ ഞാനിവിടെ ഉണ്ടാകും, അത്രേ ഉള്ളൂ. ഇതിനകത്ത് നിന്നോട് പറയാനുള്ളതേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നിനക്ക് പോകണമെന്ന് തോന്നുമ്പോൾ മാത്രം നീ ഇവിടെ നിന്ന് പോയാൽ മതി. നീ സച്ചിനെ ഒന്ന് ഫോണിൽ വിളിച്ചുതാ, ഞാൻ അവനോട് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പം തൽക്കാലം അതൊന്നും വേണ്ട അച്ഛമ്മേ. അച്ഛമ്മ ചെല്ലാൻ പറഞ്ഞു ശീതൾ. ഞാനിതൊക്കെ ഒന്ന് അടുക്കി വെക്കട്ടെ എന്ന് പറഞ്ഞു സരസ്വതി അമ്മയെ നൈസായിട്ട് അവിടെ നിന്ന് ഒഴിവാക്കി വിട്ടു ശീതൾ. സരസ്വതി അമ്മ എന്നിട്ട് ഇങ്ങനെ ഇഷ്ടമില്ലാത്ത രീതിയിൽ നോക്കിയിട്ട് അങ്ങ് പോവുക. ഇത് കഴിഞ്ഞ് സുമിത്രയും പൂജയും കൂടി നിന്ന് സംസാരിക്കുന്നു. അപ്പം രഞ്ജിതയെക്കുറിച്ച് നിനക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ എനിക്കറിയാം എന്ന് സുമിത്ര പറയുകയാണ്. രോഹിത് അവളെക്കുറിച്ച് എനിക്കെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്, അതിനേക്കാൾ വലുതായി മറ്റൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞപ്പം ഇതും രഞ്ജിത ആൻറ്റി എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഞാനിവിടെ വന്ന് അവരെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും അമ്മ അതൊന്നും വിശ്വസിക്കില്ല എന്നുള്ള കാര്യം. പക്ഷേ അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല അമ്മേ. അതിൻ്റെ പേരിൽ അമ്മയോട് അവർക്ക് യാതൊരു പിണക്കവും ഇല്ല. അപ്പോൾ കള്ളത്തരം കാണിച്ചിട്ട് അത് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പണ്ടേ അവൾ മിടിക്കുകയാണെന്ന് പൂജ പറഞ്ഞു. അതുകൊണ്ടാണല്ലോ അവളിപ്പോൾ എല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നത്. നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവൾ പലതും പറയും. നിൻ്റെ മുൻപിൽ സ്നേഹം അഭിനയിക്കും, കരയും, പിന്നെ അങ്ങനെ പലതും അവൾ നിൻ്റെ മുന്നിൽ ചെയ്യും. അച്ഛൻ്റെ സഹോദരി അല്ലേ എന്ന് ചിലപ്പോൾ നീ കരുതിയേക്കാം. പക്ഷേ അവളെ വിശ്വസിക്കുന്നത് മോൾക്ക് അപകടം മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ, അമ്മേ എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന് പൂജ പറഞ്ഞു. ഒന്നുമില്ലെങ്കിലും എൻ്റെ അച്ഛൻ്റെ സഹോദരി അല്ലേ എന്ന് പൂജ ചോദിച്ചു. പിന്നെ എന്നോട് കള്ളം പറഞ്ഞിട്ട് അവർക്ക് എന്ത് നേട്ടം ഉണ്ടാവാനാണെന്ന് ചോദിച്ചു. അത് നിനക്ക് ഇപ്പോഴൊന്നും മനസ്സിലാവില്ല മോളെ എന്ന് സുമിത്ര. പിന്നീട് നിനക്കത് മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നല്ലവരാണെന്ന് നമ്മൾ കരുതുന്നവരൊക്കെ എത്ര മോശമാണെന്ന് പിന്നീടാമേ നമ്മൾ അറിയുന്നത് എന്ന് സുമിത്രയോട് മോള് പറയുക. പക്ഷേ മോശമാണെന്ന് ഞാൻ കരുതിയ ആളുകൾ എന്നോടിപ്പോൾ എത്ര സ്നേഹത്തോടെയാണ് പെരുമാറുന്നേ എന്നൊക്കെ പൂജ ഇങ്ങനെ പറഞ്ഞു. അതിന് എന്തെങ്കിലും ഒരു കാരണം കാണും മോളെ എന്ന് സുമിത്ര പറഞ്ഞു. നിന്റെ അച്ഛനേക്കാൾ കൂടുതലായി നീ അവളെ വിശ്വസിക്കരുത് എന്ന് സുമിത്ര നേരം പറഞ്ഞു. എനിക്കത് മാത്രമേ നിന്നോട് പറയാനുള്ളൂ എന്നും പറഞ്ഞു. നിന്റെ അച്ഛൻ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പം അതിലെനിക്ക് ഒരു സംശയവും ഇല്ലമ്മേ. പിന്നെ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി നല്ലത് മാത്രമേ ചെയ്യൂ എന്ന് എനിക്കറിയാം. പക്ഷേ അവരൊരു പാവം അമ്മേ. പിന്നെ നമ്മൾ അവരെ വെറുതെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ഇവിടെയുള്ള എല്ലാവരോടും അമ്മയോടും ആ ആൻറ്റിക്ക് ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞപ്പോൾ, മോളെ രഞ്ജിത നിൻ്റെ അച്ഛൻ്റെ സഹോദരിയാണ്. അവളെ കാണുന്നതിനോ സംസാരിക്കുന്നതിനോ ഒന്നും ഞാൻ എതിരല്ല. നിന്നെ അവർ സ്നേഹിക്കുന്നതിലും എനിക്ക് യാതൊരു പരാതിയില്ല. അതിനവർക്ക് അവകാശമുള്ളവരാണ്. പക്ഷേ നീ അവരെ വിശ്വസിക്കുന്നത് സൂക്ഷിച്ചു വേണം. അത്രേ ഉള്ളൂ അമ്മയ്ക്ക്. രഞ്ജിത എത്ര മാറിയെന്ന് നീ പറഞ്ഞാലും അവൾ ഏതറ്റം വരെ പോകുമെന്നുള്ളത് എനിക്കറിയാമെന്ന് സുമിത്ര പറഞ്ഞു. പിന്നെ മോളെ ഞാൻ ഈ പറയുന്നതൊന്നും നീ വിശ്വസിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല മോളെ. പക്ഷെ പൂർണ്ണമായിട്ടും രഞ്ജിതയെ നീ വിശ്വസിക്കരുത് എന്ന് സുമിത്ര വീണ്ടും പറഞ്ഞു കൊടുത്തു. അതുമാത്രമേ അമ്മ നിന്നോട് പറയുന്നത്. അമ്മ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഞാൻ അറിഞ്ഞതും മനസ്സിലാക്കിയതും പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു പൂജ. മോളെ ഒരാളെ നമ്മൾ വിശ്വസിക്കാനുള്ള കാരണം അയാളുടെ പ്രവൃത്തിയാണ്. ഇതുവരെയുള്ള രഞ്ജിതയുടെ പ്രവൃത്തികളിലൊന്നും അവളെ വിശ്വസിക്കാനുള്ള ഒരു കാരണവും എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ മോളോട് അത് പറഞ്ഞതേ ഉള്ളൂ. എന്തൊക്കെയോ പറഞ്ഞ് അവൾ നിന്നെ വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. നാളെ അവൾ പറയുന്നത് കേട്ട് എനിക്കെതിരെ സംസാരിക്കാൻ വരെ തുടങ്ങും. അതിലും എനിക്ക് അത്ഭുതങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. രഞ്ജിത പറയുന്നതെല്ലാം നീ വിശ്വസിക്കുന്നു എന്ന് അവൾക്ക് തോന്നുമ്പോഴും ഒരു കരുതൽ നിനക്കുണ്ടാകുന്നത് വളരെ നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു. അകന്നിരിക്കുന്നവർ
അടുക്കുമ്പോഴും ഏറ്റവും പ്രിയപ്പെട്ടവർ അകലുമ്പോഴും നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം. ഏത് വഴിയിലൂടെയാണ് ചതി വരുന്നത് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞു. മോളെ, നിനക്ക് പ്രായവും പക്വതയും ഒക്കെ കുറവാണ്. രഞ്ജിതയോട് ഇടപെടുകയും അവളോട് അടുത്ത് നിൽക്കുകയും ചെയ്യുമ്പോഴും അക്കാര്യം നിന്റെ മനസ്സിൽ എപ്പോഴും വേണം എന്ന് പറഞ്ഞു കൊടുത്തു സുമിത്ര. കണ്ണും മനസ്സും തുറന്നു തന്നെ ഇരിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം അമ്മ പറഞ്ഞത്. മനസ്സിലായോ എന്ന് ചോദിച്ചപ്പം എന്ന് പൂജ ഇങ്ങനെ തലയാട്ടി. ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ സുമിത്ര അങ്ങ് പോയി. പൂജ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പം രഞ്ജിതാൻറ്റി എന്തെങ്കിലും ചതി ചെയ്യോ എന്നൊക്കെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക. അത് കഴിഞ്ഞ് പരമശിവം നേരെ ചെല്ലുന്നത് രഞ്ജിതയുടെ അടുത്തേക്കാം. കഷ്ടം പരമശിവം, താങ്കൾ ഇത്രയും ചെറുതാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായതെന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക. എന്തൊക്കെയായിരുന്നു വീമ്പ് പറച്ചിൽ. അപ്പം പരമശിവം, ശ്രീനിലയം അത് കൈവിട്ട് കളയുന്നതിന് മുൻപ് ഞങ്ങളോടൊന്ന് ആലോചിക്കാമായിരുന്നില്ലേ ചോദിച്ചു. അപ്പം ഞാനെന്തിനാ നിങ്ങളോടതൊക്കെ ആലോചിക്കുന്നത്? എനിക്ക് തരാനുള്ള പൈസ അയാൾ തന്നു, അയാളുടെ വീഡിയോ തിരിച്ചു കൊടുത്തു. പിന്നെ കൂടുതൽ നിങ്ങൾ എൻ്റെ തലയ്ക്കായിരുന്നു ചെയ്തിനായിരുന്നു വരണ്ട. ആദ്യമായിട്ടാണ് ഒരു കച്ചവടം മാന്യമായിട്ട് നടത്തിയത്. അതാണെങ്കിലോ കൊള്ള ലാഭവും കിട്ടി. ഒരു 20 കൊല്ലം കഴിഞ്ഞ് വിറ്റാൽ പോലും ഈ കിട്ടിയ കാശിട്ട് കിട്ടാനും പോണില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പരമശിവം, പണമാണോ വലുത്, ആത്മാഭിമാനമാണോ വലുത്? സുമിത്രയ്ക്ക് മുന്നിൽ ഞാൻ തോറ്റുപോയില്ലേ എന്ന് ഈ രഞ്ജിത ചോദിക്കാം. സിദ്ധാർത്ഥൻ അത് വാങ്ങിയതേ സുമിത്രയ്ക്ക് സമ്മാനിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. സുമിത്ര ആ വീട്ടിൽ കയറി ഞാൻ തോറ്റുപോയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രഞ്ജിത, താങ്കളുടെ പണക്കോതിയാണ് ഇതിനെല്ലാം കാരണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ചയെടുത്ത് സംസാരിക്കുന്നു രഞ്ജിത. ഇത് കേട്ടപ്പോൾ നീ തോറ്റാലും ജയിച്ചാലും എനിക്കെന്താ എന്ന് രഞ്ജിതയോട് പരമശിവൻ ചോദിക്കുന്നു. നിനക്ക് സുമിത്രയായിട്ട് ശത്രുതയുണ്ട്, പക്ഷേ എനിക്ക് സുമിത്രയായിട്ട് ശത്രുതയൊന്നുമില്ല. എനിക്ക് ആത്മാഭിമാനത്തിൻ്റെ യാതൊരു പ്രശ്നമേ ഉണ്ടാകുന്നില്ല. വളഞ്ഞ വഴിയിലൂടെ ശ്രീനിലയം സ്വന്തമാക്കാൻ ഞാൻ നിങ്ങളെ സഹായിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു രഞ്ജിത. ഒക്കെ നിങ്ങൾ മറന്നുപോയോ? ചില കാര്യങ്ങൾ ഞാനതങ്ങ് മറക്കും. അത് ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് പരമശിവത്തിന് ശീലമായിപ്പോയി. എന്ത് ചെയ്യാനാ? നന്ദിയില്ലായ്മ എന്നൊക്കെ ചിലരതിന് പറയുമായിരിക്കും, പക്ഷെ എനിക്ക് പ്രശ്നമില്ല. എനിക്കതൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. നിങ്ങളെയൊക്കെ വിശ്വസിച്ച് എന്നെ വേണം പറയാമെന്ന് പറഞ്ഞ് രഞ്ജിത അവിടെ നിന്ന് ഒച്ച ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ എന്നെ ഇപ്പോൾ കുറ്റം പറയുന്നു. ആ കുറ്റം പറയാൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? നീ എന്തൊക്കെ ചതി ചെയ്തിട്ടാ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നേ? സുമിത്രയും പൂജയും നിങ്ങൾ ചതിച്ചു. പലതിലും തൂങ്ങുമായിരുന്ന നിങ്ങളെ സംരക്ഷിച്ചതേ ഈ പരമശിവൻ തന്നെ ആയിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഈ നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ എന്നോട് വഴക്കിന് നിൽക്കാതെ ഭാര്യയും ഭർത്താവും എന്നോട് നന്ദി പറയാൻ നോക്കാൻ പറഞ്ഞു. ഇത് ഞങ്ങൾക്ക് നിസ്സാര പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിത ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കാം. ഈ നടന്ന കാര്യങ്ങൾ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കാതെ അടുത്ത ജോലി എന്താണെന്ന് നോക്കാൻ പറഞ്ഞു. അല്ലെങ്കിലേ പണി കിട്ടും. ഒരു വലിയ തുക കയ്യിൽ വന്നല്ലേ, ഒരു പാർട്ടി നടത്തണമെന്നൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളിങ്ങനെ ഇവരെ പാർട്ടിക്ക് വരെ ക്ഷണിച്ചു. അപ്പോൾ ഈ മുറിവുകളൊക്കെ പഴുക്കാതെ നോക്കണേ എന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നങ്ങ് പോണു. അത് കഴിഞ്ഞപ്പം അവസാനം നമ്മൾ തോറ്റു പോകുമോ രഞ്ജിതേ എന്ന് ഇയാൾ, അതായത് അരവിന്ദൻ ഭാര്യയോട് ചോദിച്ചപ്പോൾ അവസാനം നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. കാരണം സുമിത്രയ്ക്കെതിരെ പ്രയോഗിക്കാൻ മൂർച്ചയേറിയ ഒരു ആയുധം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു രഞ്ജിത. അപ്പോൾ എന്താ അതെന്ന് ചോദിച്ചപ്പം അത് പ്രതീഷാണ്. സുമിത്രയുടെ മകൻ പ്രതീഷ് തന്നെയാണ് എൻ്റെ ആയുധം എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത പറയണം. അവനെ ഉപയോഗിച്ച് തോൽപ്പിക്കും ഞാൻ അവളെ എന്നൊക്കെ പറയുമ്പോൾ ഒന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കും കേട്ടോ കെട്ടിയവനും. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ അതിനെപ്പറ്റി ആലോചിച്ച് എന്തൊക്കെയോ മലമറിക്കുമെന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അനിരുദ്ധിൻ്റെ ചെവിയിൽ സ്വരമോള് ചെന്ന് എന്തോ രഹസ്യം പറയാം. ഓക്കെ അല്ലേ ഡാഡി, താങ്ക് യു ഡാഡി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അച്ഛനും മോളും കൂടെ ഇരിക്കുമ്പോഴേക്കും അനന്യ അങ്ങോട്ടേക്ക് വന്നു. അച്ഛനും മോളും കൂടി എന്നെക്കുറിച്ച് വല്ലാണോ പറയുന്നത് ചോദിച്ചു. അപ്പോൾ താൻ എന്നെ ഇങ്ങനെ സംശയിക്കരുതെന്ന് പറഞ്ഞു അനിരുദ്ധ. ഞങ്ങൾ വേറൊരു കാര്യം സംസാരിക്കാമായിരുന്നെന്ന് പറഞ്ഞപ്പം എന്നും പറഞ്ഞിങ്ങനെ നിൽക്കണം. അതെന്താന്ന് ഞാൻ പറയാം മമ്മി എന്ന് പറയുമ്പോൾ എന്താന്ന് ചോദിച്ചു അനന്യ. അപ്പോൾ കൊച്ചു അനന്യയുടെ ചെവിയിൽ പറയാം. അങ്ങനെ രണ്ടുപേരും കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനിപ്പോൾ തന്നെ പോയി പറയാവേ എന്നും പറഞ്ഞ് കൊച്ചെന്നിട്ട് പറയാനായിട്ട് അങ്ങോട്ടേക്ക് ഓടി. അപ്പോൾ താനിതിന് സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ സമ്മതിച്ചാലെന്ന് ചോദിച്ചു അനന്യ. എനിക്കിവിടെ ആരുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്ന് അനന്യ പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുള്ളത് നമുക്കിടയിൽ മാത്രമാണെന്ന്, അമ്മയോടും മറ്റുള്ളവരോടും എല്ലാം ഞാൻ പഴയതുപോലെ തന്നെയായിരിക്കും പെരുമാറുക, അതിലൊരു വ്യത്യാസം ഉണ്ടാവില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അനന്യ. അപ്പോൾ ഇത്രയെങ്കിലും താൻ സമ്മതിച്ചല്ലോ, അത് തന്നെ ഭാഗ്യമാണെന്ന് അനിരുദ്ധ അവിടെ നിന്ന് ഇങ്ങനെ പറയാം. നമുക്കിടയിലെ പ്രശ്നം നമുക്കിടയിൽ തന്നെ തിന്നാൽ മതിയെന്നൊക്കെ അനിരുദ്ധ ഇങ്ങനെ പറഞ്ഞു. മറ്റുള്ളവരുടെ മുൻപിൽ നല്ലൊരു ഭാര്യയും ഭർത്താവുമായിട്ട് നമുക്ക് അങ്ങ് അഭിനയിക്കാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ അനിരുദ്ധ പറഞ്ഞപ്പം
അനിരുദ്ധിൻ്റെ അമ്മയോട് എനിക്ക് വലിയ ബഹുമാനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അമ്മയോട് ഉള്ള ബഹുമാനത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, സ്വരമോൾ ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നീ ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്കറിയാവുന്ന അനിരുദ്ധ് പറഞ്ഞു. അതിനല്ലേ സത്യം എന്ന് ചോദിച്ചപ്പം അതെ, അത് തന്നെയാണ് സത്യം. എന്തായാലും എനിക്ക് തന്ന വാക്കും എനിക്ക് തന്ന ഉറപ്പുകളും നിങ്ങളായിട്ട് തെറ്റിക്കാതിരുന്നാൽ മതി, ഞാനിവിടെ ഉണ്ടാകുമെന്ന് അനന്യ അനിരുദ്ധിനോട് പറയുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും കാത്തിരുന്ന് കാണാൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.